ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റുഡൻസിനായിട്ടുള്ളൊരു റീസെറ്റ് റുട്ടീനായിട്ടാണ് വന്നിരിക്കുന്നത്. റീസെറ്റ് അല്ലെങ്കിൽ റീസ്റ്റാർട്ട് എന്നൊക്കെ പറയാം. എന്താണ് റീസ്റ്റാർട്ട്? ആദ്യം തൊട്ട് തുടങ്ങുക എന്നുള്ളത്. അതായത് നമ്മൾ ആഴ്ചയിലുള്ള ഒരു അവധി ദിവസം സാറ്റർഡേ സൺഡേയോ എടുത്തിട്ട് നമ്മുടെ ആ ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ തന്നെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ദിവസമാണ് റീസെറ്റ് അല്ലെങ്കിൽ റീസ്റ്റാർട്ട് റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ദിവസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? നമ്മുടെ മൈൻഡും ബോഡിയും നല്ല റിലാക്സ്ഡ് ആക്കി വെക്കാനും നല്ല ഫ്രഷ് ആക്കി എനർജറ്റിക് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അവധി ദിവസത്തെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ റെസ്റ്റ് എടുക്കുക, റിലാക്സ് ചെയ്യുക, ഉറങ്ങുക, ഫ്രീ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. കിട്ടുപൂച്ച കണ്ടില്ലേ, വളരെ റിലാക്സ്ഡ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ അവധി ദിവസം നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാനുള്ളൊരു ദിവസമാണ്. ആ ദിവസം മാക്സിമം അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ പഠനവും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം. പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് നമ്മുടെ മനസ്സെപ്പോഴും ഫ്രീ ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിനായിട്ട് നമ്മൾ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ തൊട്ടേ നമ്മുടെ ആ ട്രെയിനിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. എൻ്റെയൊക്കെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടും. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, അവധി ദിവസം വരുമ്പോൾ ഒരു എന്താ പറയുക, അനാവശ്യ ചിന്തകൾ വേണ്ട, ഒന്നും വേണ്ട, റിലാക്സ്ഡ് ആയിട്ട് നമ്മളായി തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഏറ്റവും ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്ഥലം എവിടെയാണ്? നമ്മുടെ വീട് നമ്മുടെ ഫാമിലിയുടെ മുമ്പിലാണല്ലേ. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക, അതെന്തും ആവാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്തി ആ കാര്യങ്ങൾ കുറച്ചുകൂടി ടൈം അതിന് വേണ്ടി കൊടുക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഫ്രീ ആകുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ എന്ത് പ്രോബ്ലംസ് വന്നാലും അത് കുറേ കൂടി ഫേസ് ചെയ്യാനുള്ളൊരിത് നമുക്ക് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് എപ്പോഴും ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ്. അവധി ദിവസമാണ് നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ കാണാനോ കുറച്ച് നേരം ഫോൺ നോക്കാനോ. അപ്പോൾ എൻ്റെ മക്കൾ ക്ലാസ്സുള്ള ദിവസം അധികം ഫോണിൽ ചെക്ക് ചെയ്യില്ല. അവധി ദിവസമാണ് കുറച്ച് നേരം അവരെന്തെങ്കിലും TV ആയാലും കൂടുതൽ കാണുന്നതും ഫോണിൽ കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതൊക്കെ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫണ്ണായിട്ടുള്ള വീഡിയോസ്, കോമഡി ആയിട്ടുള്ള വീഡിയോസ്, നല്ല മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമുക്ക് കാണാം. അത് നമ്മുടെ മൈൻഡിന് കുറേ കൂടി ഒരു ചേഞ്ച് കൊടുക്കും സാധാരണ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. ഇനി മൂന്നാമതായിട്ട്, ഇത് പലപ്പോഴും നമുക്ക് മടി തോന്നുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് അവധി ദിവസം കിട്ടിയിട്ട് ഇനിയിപ്പോൾ പണിയെടുക്കാൻ നിൽക്കണം. നമ്മുടെ അമ്മമാരൊക്കെ നമ്മളോട് വന്ന് പറയുമ്പോൾ നമുക്ക് ദേഷ്യം തോന്നുന്ന ഒരു കാര്യമാണ് നമ്മുടെ റൂം ക്ലീൻ ചെയ്തിടാന്നുള്ളത്. പക്ഷേ ഇത് ആഴ്ചയിൽ ഒരിക്കലും മാത്രമേ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് 2 കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ഒന്ന്, നമ്മുടെ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യാന്നുള്ളത്. നിങ്ങൾ ആ ഷീറ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് റൂമിൽ കിടക്കുമ്പോഴത്തെ ഒരു ഫീലില്ലേ, അത് നല്ല സുഖമല്ലേ? പുതിയതായിട്ട് വിരിച്ച ഷീറ്റിൽ ഇങ്ങനെ വന്ന് കിടന്ന് കഴിയുമ്പോൾ അല്ലേ. അപ്പോൾ ഞാനൊക്കെ അങ്ങനെയാണ്, ഷീറ്റ് വിരിച്ച് കഴിഞ്ഞാൽ വേഗം പോയി ബെഡും ഇങ്ങനെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബെഡ്ഷീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുക. നമ്മുടെ റൂം ഇതേ കണ്ടില്ലേ, ഇതുപോലെ വളരെ സിമ്പിളാണ്. ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. കുറേ ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യേണ്ട. അറ്റ്ലീസ്റ്റ് നമ്മുടെ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്തിടുക എന്നുള്ളതാണ്. ഇനി നാലാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ സ്റ്റഡി ടേബിളിലുള്ള ഐറ്റംസൊക്കെ ഒന്ന് താഴോട്ട് വെച്ചിട്ട് മേശയൊക്കെ ഒന്ന് തുടച്ച് ഐറ്റംസൊക്കെ തിരിച്ച് വെക്കുക. നമ്മുടെ ഈ 2 കാര്യങ്ങൾ നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടം ചെയ്താൽ മതി. പിന്നെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് വൃത്തിയാക്കി കൊണ്ടുപോയാൽ മാത്രം മതി. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ആഴ്ചയിൽ ഒരിക്കൽ ഇവർ ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഞാൻ അടിച്ച് വാരി തുടയ്ക്കുമ്പോൾ തുടച്ചിടും, ഇല്ലെങ്കിൽ അവർക്ക് നേരമുണ്ടെങ്കിൽ അവർ അടിച്ച് വാരി അവിടെ തുടച്ചിടും. എന്നിരുന്നാലും ഈ 2 കാര്യങ്ങൾ നിർബന്ധമായിട്ടും അവധി ദിവസം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അഞ്ചാമതായിട്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഹോബീസൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് ടൈം കണ്ടെത്തുക. നമുക്കിപ്പോൾ എല്ലാ സാറ്റർഡേ ഇപ്പോൾ ക്ലാസ് ഉണ്ട്. സെക്കൻഡ് സാറ്റർഡേ മാത്രമാണ് ക്ലാസ് ഇല്ലാത്തത്. ഇന്നിപ്പോൾ സെക്കൻഡ് സാറ്റർഡേ ആണ് നമുക്ക് ക്ലാസ് ഇല്ല അല്ലേ. അപ്പോൾ അവധി അങ്ങനെ 2 ദിവസം അവധി കിട്ടുമ്പോഴാണ് നമുക്ക് കുറേയും കൂടി പല പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള കുക്കിംഗ് ഒക്കെ പാരൻസിൻ്റെ കൂടെ നിന്നിട്ട് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രോയിങ്ങോ അല്ലെങ്കിൽ ഗാർഡനിങ്ങോ, എന്താണ് നിങ്ങളുടെ ഫേവറേറ്റ് ഹോബി അതൊന്ന് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ഇസൊക്കെ ആണെങ്കിൽ കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഡോളിനൊക്കെ ഉടുപ്പുകളൊക്കെ ഉണ്ടാക്കി വെക്കുക, ക്രാഫ്റ്റുകൾ ചെയ്യുക, അതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതാണ് അവൾ അവധി ദിവസം കൂടുതൽ സമയം ഉണ്ടെങ്കിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ റോസുവിനാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ബുക്സ് വായിക്കുക, കളറിങ് ചെയ്യുക, അതുപോലെ തന്നെ അവർക്ക് ഡാൻസ് ചെയ്യുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അവരുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ചെയ്യാനാണ് അവർ ടൈം കണ്ടെത്താറുള്ളത്. അപ്പോൾ നമ്മൾ ഫ്രീ ടൈം ആകുമ്പോൾ എൻ്റർടൈൻമെൻറ്റിന് TV കാണലും ഫോൺ മാത്രമല്ല, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കൂടി നമുക്ക് അവധി ദിവസം ചെയ്യാനായിട്ട് പറ്റും.
ആറാമതായിട്ട് നമ്മൾ ഓൾറെഡി പ്ലാനർ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഒക്ടോബർ മാസത്തെ പ്ലാനർ എല്ലാവരും വരച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. ആ ഒരു ആഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെയാണ് എഴുതാം? ആ ഒരാഴ്ച എക്സാമുകൾ എന്തെങ്കിലും വരുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അസൈൻമെൻറ്റ്സ് ചെയ്ത് തീർക്കാണ്ടോ, പ്രൊജക്റ്റുകൾ ചെയ്ത് തീർക്കാനുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്ത് കാര്യം വെച്ചാൽ ബർത്ത്ഡേസ് വരുന്നുണ്ടോ, എന്തായാലും നമ്മുടെ ഡയറിയിൽ അത് എഴുതി നോട്ട് ചെയ്ത് വെക്കുക. ആഴ്ചയിൽ ഒരു വട്ടം അത് ചെയ്താൽ മതി. പിന്നെ എന്തെങ്കിലും പുതിയതായിട്ട് കാര്യങ്ങൾ വരികയാണെങ്കിൽ നമ്മുടെ ഡയറിയിൽ എഴുതിയാൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു കാര്യം ആഴ്ചയിലുള്ള ആ ഒരു ദിവസത്തിൽ ചെയ്യുക. അതപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഈസി ആയിരിക്കും. എല്ലാ കാര്യവും നമ്മൾ ട്രാക്ക് ചെയ്തിട്ടുണ്ടോ അതൊക്കെ കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് അവധി ദിവസം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമ്മുടെ ഹെയർ കെയറും സ്കിൻ കെയറും ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ തലമുടിയുമേ കുറച്ച് ഓയിലൊക്കെ കുറച്ചധികം അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറൊക്കെ വെക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഏതാ സുഖം അതനുസരിച്ചിട്ട്. ചിലവർക്ക് കുറേ നേരമൊക്കെ വെച്ചാൽ വയ്യായി വരും. അങ്ങനെയല്ല, ക്ലാസ് ഉള്ള ദിവസം ഇവർക്ക് അത്ര ഹെയർ കെയർ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാറില്ല. അവധി ദിവസമാണ്. അപ്പോൾ ഞാൻ തലമുടിക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. കൈമീൻ കാൽമീൻ കുറച്ച് ഓയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് ഒക്കെ ഒന്ന് കുറയും. അപ്പോൾ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഹെയർ കെയർ ഇനി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ അവധി ദിവസം അത് രാവിലെ തന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ തലമുടിയൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ രാവിലെ തന്നെ ആ ഒരു പണി കഴിയും. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെയുള്ളത് ആഴ്ചയിലേക്കുള്ള യൂണിഫോമും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്ത് അയൺ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ചിലപ്പോൾ നമ്മുടെ അമ്മമാർ എന്തെങ്കിലും മിസ്സിങ് വന്ന് അയൺ ചെയ്യാതെയോ അല്ലെങ്കിൽ വാഷ് ചെയ്യാതെയോ ഒക്കെ വരാണ്ടുണ്ടെങ്കിൽ അതൊന്നും അവരെ ഓർമ്മപ്പെടുത്താം. അതോടൊപ്പം തന്നെ വലിയ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിഫോം വാഷ് ചെയ്ത് അയൺ ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ അതായാലും ശ്രദ്ധിക്കാം. യൂണിഫോം മാത്രമല്ല, അതിൻ്റെ കൂടെയുള്ള ആക്സസറീസും കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ടോ എന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. കാരണം പലപ്പോഴും നമ്മൾ റിബൺ ആയാലും ഹെയർ ടൈസ് ആയാലും അല്ലെങ്കിൽ ഷൂസ് സോക്സ് ഇതൊന്നും പ്രോപ്പർ സ്ഥലത്ത് വയ്ക്കാതെ ക്ലാസ് ഉള്ള ദിവസം ചെല്ലുമ്പോൾ ഇതൊന്നും അവിടെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കി വെച്ചാൽ നമ്മൾക്ക് ആ ഒരു ദിവസം ക്ലാസ്സിൽ പോകുമ്പോൾ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടായിരിക്കില്ല. ഇനി മാസത്തിലൊരിക്കൽ ചെയ്താൽ മതി നമ്മുടെ റൂം ഫുള്ളായിട്ടും ഒതുക്കി ഡീപ്പ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ലിസ്റ്റൊക്കെ തയ്യാറാക്കുക. എല്ലാ ഷെൽഫുകളും ഞാൻ ഒതുക്കും. ഡ്രസ്സുകളായിക്കോട്ടെ, നമ്മുടെ ഹെയർ ക്ലിപ്സ് ആയിക്കോട്ടെ, ബുക്ക് ഷെൽഫ് ആയിക്കോട്ടെ, അങ്ങനെയുള്ളതെല്ലാതും മാസത്തിലൊരിക്കൽ നമുക്ക് ഫുൾ ഡേ നല്ല ഫ്രീ ആയിട്ട് ഒരു വിധം ഉണ്ടെന്നുണ്ടെങ്കിൽ, കുറച്ച് മടി തോന്നുന്ന ജോലിയാണ് എന്നിരുന്നാലും നമ്മുടെ പാരൻസും കൂടി ഹെൽപ്പിനുണ്ടെങ്കിൽ ഫുള്ളായിട്ടൊന്ന് ഒതുക്കി വൃത്തിയാക്കുക. അപ്പോൾ നമ്മൾ മാസത്തിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യുന്നതും ടേബിള് വൃത്തിയാക്കുന്നത് മാത്രം ആഴ്ചയിൽ ചെയ്യുക. ഈ ഒരു വലിയ ടാസ്ക് മാസത്തിൽ ഒരിക്കൽ ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, അങ്ങനെ അല്ലെങ്കിൽ 2 ദിവസം എടുത്തിട്ട് വൃത്തിയാക്കി അത് വെക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റൂം എപ്പോഴും നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, നമുക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടാവില്ല. റൂം അലങ്കോലമാണല്ലോ എന്നുള്ള ടെൻഷനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് അവധി ദിവസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഫ്രഷ് ഫീലിംഗ് കിട്ടും. ഉറപ്പായിട്ട് നിങ്ങളിപ്പോൾ നാളെ സൺഡേ ആണല്ലോ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്നോട് അഭിപ്രായം പറയാം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.